ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിച്ച് ജേണി. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ ഭയങ്കരമായിട്ട് പ്ലാനിങ് ചെയ്തു. അവരുടെ ആ ഒരു പ്ലാനിങ് അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് റിലേറ്റഡാണ് റീഡിങ്. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്പർ 3യുടെ ആ ഒരു എനർജി പറയുന്നത്, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്തോ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്തു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ വ്യക്തി നിങ്ങൾക്ക് ഫേവറായിട്ടല്ല ചിന്തിക്കുന്നത്. ഇവിടെ ചില സമയം നിങ്ങൾക്ക് ഇങ്ങനെ ചിന്ത വന്നു. അതായത് ഈ വ്യക്തി ചില സമയം മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട്. അങ്ങനെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങൾ തെറ്റുകാരാവണം, അതാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സ്വന്തക്കാരുടെ ഇടയിൽ പോലും നിങ്ങളെ തെറ്റായിട്ട് സൃഷ്ടിക്കുക, നിങ്ങളാണ് തെറ്റുകാർ എന്ന് അവരുടെ മുമ്പിലും നിങ്ങളെ പറയുക. അപ്പോൾ അവരും വിശ്വസിക്കും നിങ്ങളാണ് തെറ്റുകാർ എന്ന്. അതിനും ഇവർ ഓരോ കാര്യങ്ങൾ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കി. അതായത് നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ മറ്റുള്ളവരുടെ മുന്നിൽ, നിങ്ങളുടെ സ്വന്തം ആൾക്കാരുടെ മുന്നിൽ, ആ രീതിയിലാണ് ഈ വ്യക്തി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എക്സ്ട്രാ ബുദ്ധി നിങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി നെഗറ്റീവ് ഭാവത്തോടു കൂടി നിങ്ങളെ വലയിൽ വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ക്രിയേറ്റ് ആക്കിയത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വളരെ മോശമായിട്ട് ചിന്തിക്കുമെന്ന്. നിങ്ങൾ ഒട്ടും പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ആ വ്യക്തിയാണ് നിങ്ങൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞത്, പ്രവർത്തിച്ചതും. ഇവിടെ നിങ്ങളുടെ അവസ്ഥ വളരെ മോശമായിട്ടിരുന്ന സമയത്താണ് ഈ വ്യക്തി ഓപ്പണായിട്ട് നിങ്ങൾക്ക് നേരെ വാർ ചെയ്തത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല പോലെ മനസ്സിലായിട്ടുണ്ട്. ഈ വ്യക്തിയാണ് നിങ്ങൾക്കെതിരെ പ്ലാനിങ്ങും പദ്ധതികളും ചെയ്യുന്നത് എന്ന്. ഇവരുടെ രഹസ്യം എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ വ്യക്തിത്വം എന്താണോ അത് നിങ്ങളുടെ മുന്നിൽ വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ഒരു കർട്ടൻ്റെ പിറകിൽ നിന്നുകൊണ്ട് കളിക്കത്തില്ല. അതായത് ഇവരാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ പാടില്ല. ആ രീതിയിലാണ് ഇവർ പല പദ്ധതികളും നിങ്ങൾക്കെതിരെ പ്ലാൻ ചെയ്യുന്നത്. അതായത് പുറമേ നല്ല സ്വഭാവത്തിൽ നിന്നിട്ട് പിറകിൽ നിങ്ങൾക്കെതിരെ പദ്ധതികൾ പ്ലാൻ ചെയ്യുക. കാരണം ഓപ്പോസിറ്റ് സംസാരിക്കുമ്പോൾ നിങ്ങളോട് വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയാണ് ഈ വ്യക്തി സംസാരിക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി വിഷം വച്ചിട്ടാണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ വ്യക്തിക്ക് എല്ലാ കാര്യത്തിലും നിങ്ങളോടൊരു ഈർഷ്യാഭാവം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് എത്ര തന്നെ ശരി ഉണ്ടായാലും എല്ലാവരുടെ മുമ്പിലും നിങ്ങളെ ഇവർ മോശക്കാരാക്കി വയ്ക്കും. നിങ്ങൾ ഒരിക്കലും അത്രയും ലെവലിൽ പോവാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നിങ്ങളെ ആ ഒരു ലെവലിൽ വരെ ഇവർ എത്തിക്കും. ഇവിടെ എന്തിനാണ് ഈ വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന, ചില ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ചില ആൾക്കാരെ ഒട്ടും തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ ജനിച്ചപ്പം തൊട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരുടെ സ്വഭാവത്തെ മാറ്റാൻ നമുക്ക് ആർക്കും സാധിക്കത്തില്ല. കാരണം ഈ വ്യക്തി ഇങ്ങനെയാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ അവരുടെ ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് വേണ്ടി മോശം തന്നെ ആയിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അവരുടെ ആ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യമാണ്. ആരാണോ എനിക്ക് നല്ലത് ചെയ്തത് അവരെ തന്നെ മോശം ചെയ്യണം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ എത്ര തന്നെ നല്ലത് ചെയ്താൽ അവർ തിരിച്ച് നിങ്ങളോട് മോശം ചെയ്തു തന്നെ ആകും. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. അതായത് അവർ ഒരു ദിവസം എന്തായാലും മാറും, അങ്ങനെ ഒരിക്കലും വിശ്വസിക്കരുത് നിങ്ങൾ. ഇവിടെ ഈ വ്യക്തിയെ നിങ്ങൾ എത്ര തന്നെ സ്നേഹിച്ചാലും അവരുടെ മുന്നിൽ തല കുമ്പിട്ട് നമിച്ച് നിന്നാൽ പോലും അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരത്തില്ല. കാരണം അവർക്ക് ഒരു വാല്യൂവും ഇല്ല. സത്യസന്ധതയുടെയും സ്നേഹത്തിൻ്റെ ഒരു വാല്യൂ ഇല്ല. ഇവിടെ ഈ വ്യക്തി നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങളെ അസഹായരാക്കുക, ആ രീതിയിൽ ഒരു പ്ലാനിങ് ചെയ്തിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എല്ലാവരെയും മുന്നിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുക, അതാണ് ഇവരുടെ പ്ലാനിങ്. അതായത് മനഃപൂർവ്വമായിട്ട് സ്ഥിതികൾ ക്രിയേറ്റ് ആക്കി നിങ്ങളെ ഒറ്റപ്പെടുത്തുക, അതായിരുന്നു ഇവരുടെ ആഗ്രഹം. അതായത് നിങ്ങൾ ഒറ്റപ്പെട്ട് അനുഭവിക്കുന്നത് കണ്ട് ഇവർക്ക് സന്തോഷം ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഇവർ മനഃപൂർവ്വമായിട്ട് സ്ഥിതികൾ ക്രിയേറ്റ് ആക്കിയത്. ഇങ്ങനെയുള്ള വ്യക്തികളോട് ഒരിക്കലും ഒരു ഈശ്വരനും മാപ്പ് കൊടുക്കാൻ പാടില്ല. അവർക്ക് അവർ ചെയ്തതിൻ്റെ പരിണതഫലം കൊടുക്കുക തന്നെ ചെയ്യണം. അതായത് ഒരു വ്യക്തിക്ക് പീഡകൾ കൊടുത്തിട്ട് ആ കൊടുത്ത വ്യക്തി സന്തോഷിക്കുക, പീഡകൾ അനുഭവിക്കുന്ന വ്യക്തിയെ നോക്കിയിട്ട്. അങ്ങനെ ഒരിത് ചില ആൾക്കാർക്ക് ശാന്തിയും സമാധാനമായിരിക്കും വേണ്ട. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സ്വഭാവമാണ്, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്ന സ്വഭാവം.
അതായത് ഇവർ ഇങ്ങനെയാണ് ചെയ്തത്. എല്ലാവരും നിങ്ങളെ സഹായിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുക. ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുക നിങ്ങൾ. അതായത് ഒരു വ്യക്തി മനസ്സാൽ ഭയങ്കരമായിട്ട് നിങ്ങളോട് ദേഷ്യം വയ്ക്കുന്ന സ്വഭാവം. അതായത് ഈ വ്യക്തി എല്ലാ രീതിയിലും ഒറ്റപ്പെട്ട് തകർന്ന് കിടക്കണം. എന്നിട്ട് അത് കണ്ട് എനിക്ക് സന്തോഷിക്കണം. അങ്ങനൊരു സ്വഭാവം. ഇവിടെ നിങ്ങളുടെ സ്വഭാവത്തിൽ അങ്ങനെ എന്തോ ഒരു കാര്യമുണ്ട്. അത് അവർക്ക് ഇഷ്ടമില്ല. അത് കാരണമാണ് നിങ്ങളോട് ഇത്രമാത്രം വൈരാഗ്യം അവർ വയ്ക്കുന്നത്. ഇവിടെ നിങ്ങൾ എത്രത്തോളം നല്ല പെരുമാറ്റം അവരോട് ചെയ്താലും അവർക്കൊരു മോശം ഫീലാണ് ഉണ്ടാവുന്നത് നിങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലതായിട്ട് പെരുമാറുന്ന കാണുമ്പോൾ ഇവർക്ക് ഇവർ ചെറുതാണ് എന്ന് തോന്നും. നിങ്ങളാണ് നല്ലത്, ഇവർ ചെറുതായിപ്പോയി, ഇവർക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുന്നില്ല. മറ്റുള്ളവരുടെ ആ ഒരു പ്രീതിയും പ്രശംസയും നിങ്ങൾക്ക് ലഭിക്കുന്ന കാണുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു കോംപ്ലക്സ് ഉണ്ടാകും. എനിക്ക് ആരും പ്രശംസയും ഇതും തരുന്നില്ല, നിങ്ങൾക്ക് പ്രശംസയൊക്കെ കിട്ടുന്നു. അങ്ങനെയൊക്കെ ഒരു കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, പിന്നെ നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിൽ എന്തോ ഒരു ഇഷ്ടപ്പെടാത്ത കാര്യം ഇവർക്കുണ്ട്. ഇവിടെ എന്തായാലും പിറകിൽ നിന്ന് നിങ്ങളെ വാർ ചെയ്യുന്ന വ്യക്തിയാണ് ഇത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിറകിൽ നിന്നുകൊണ്ട് നിങ്ങളോട് കള്ളം ഒത്തിരി ഇവർ പറയുന്നുണ്ട്. ഇവിടെ മൂണിൻ്റെ എനർജി പറയുന്നത് ഇവർ സ്വയം എല്ലാവരുടെ മുന്നിൽ സത്യസന്ധരാണ് എന്ന് സ്ഥാപിക്കാൻ ഇവർ ഭയങ്കരമായിട്ട് ശ്രമിക്കും. ഇവിടെ നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്തത് അന്നത്തെ ദിവസം തന്നെ ഈ വ്യക്തി നിങ്ങൾക്കെതിരെ മോശം അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കള്ളം പറഞ്ഞിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ഥിതിയിൽ കൂടെ കടന്നു പോകേണ്ടി വരുമെന്ന്. ഇവിടെ ഇവർ എത്ര കള്ളം നിങ്ങൾക്കെതിരെ പറഞ്ഞാലും ഒരു ദിവസം ആ കള്ളം എല്ലാം നിങ്ങളുടെ മുന്നിൽ വരിക തന്നെ ചെയ്യും. കാരണം കള്ളം നമുക്ക് ഒരിക്കലും മറച്ചു വയ്ക്കാൻ സാധിക്കത്തില്ല. ഇവിടെ ഒരു വ്യക്തി അവരുടെ മോശകർമ്മം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കർമ്മം കറങ്ങി തിരിഞ്ഞ് അവരുടെ തലയിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും. ഇവിടെ അവർ നിങ്ങൾക്ക് നേരെ ലോ ലെവലിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ലോ ലെവലിൽ ചിന്തിക്കാൻ പോകരുത്. കാരണം അവർ ചെയ്യുന്നതിൻ്റെ ഫലം അവർക്ക് തന്നെ ലഭിക്കും. ഇവിടെ മെയിനായിട്ട് ഈ വ്യക്തി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പിറകിൽ നിന്ന് നിങ്ങളുടെ ഇമേജിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറയുക. രണ്ടാമത് നിങ്ങളെ ഹെൽപ്ലെസ് ആക്കുക. ആരും നിങ്ങളെ സഹായിക്കാൻ പാടില്ല, ആ രീതിയിൽ ഹെൽപ്ലെസ് ആക്കുക. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക മറ്റുള്ളവരോട്. നിങ്ങൾ തെറ്റുകാരല്ല എങ്കിൽ പോലും മറ്റുള്ളവരോട് വളരെ തെറ്റായിട്ട് നിങ്ങളെക്കുറിച്ച് പറയുക. അപ്പോൾ ഈ വ്യക്തി ഈ രീതിയിലുള്ള പദ്ധതികളാണ് നിങ്ങൾക്കെതിരെ പ്ലാൻ ചെയ്തത്. അതായത് പതുക്കെ സ്റ്റെപ്പ് എടുത്തു ഇവർ നിങ്ങൾക്കെതിരെ മോശം ചെയ്യാൻ വേണ്ടി. അങ്ങനെ എന്തോ ഇവർ മോശം ചെയ്തു. അങ്ങനെ നിങ്ങൾ എലോൺ ആവും, ഒറ്റപ്പെടും. ആരും ഹെൽപ്പ് ചെയ്യാത്ത രീതിയിൽ ഒറ്റപ്പെടും നിങ്ങൾ, ക്യാഷിൻ്റെ ആധാരത്തിലും എല്ലാം. അപ്പോൾ അങ്ങനെ എന്തോ ഒരു പദ്ധതി ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇവർ ചെയ്തതിൻ്റെ പരിണിതഫലമായിട്ട് എല്ലാവരുടെ മുന്നിലും നിങ്ങൾ തെറ്റുകാരാകും. ഇവിടെ ഞാൻ പറയുന്ന എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോഴാണ് തിരിച്ചടി ഉണ്ടാകുന്നത്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഇവരുടെ ബുദ്ധി ഏറ്റവും കൂടുതലും നിങ്ങൾക്ക് മോശം വരുത്തുവാൻ വേണ്ടിയാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം നിങ്ങളുടെ സക്സസ്സിൽ മാത്രമല്ല നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യത്തിലും ഇവർക്ക് ഒരു അസൂയയും കുശുമ്പും ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യത്തിലും ഇവർക്ക് ഒരു ദേഷ്യം നിങ്ങളോട് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളെ ആരെങ്കിലും പ്രശംസിച്ചാൽ പോലും ഇവരുടെ ആ ഒരു ദേഷ്യം അപ്പോൾ കാണണം നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നല്ല കാര്യം സംഭവിച്ചാലോ നിങ്ങൾക്ക് എന്തെങ്കിലും വിജയം ലഭിച്ചാലോ ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ഇവർ എപ്പോഴും ഇവർ മാത്രം ശരി, നിങ്ങൾ മോശം എന്നുള്ള രീതിയിലായിരിക്കും എവിടെയും സ്ഥാപിക്കുന്നത്. നിങ്ങളുടെ വിജയത്തിൽ ഒട്ടും തന്നെ ഇവർ ഹാപ്പിയല്ല. ഇവർ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കിയാണ്, അതായത് നിങ്ങളുടെ ആ ഒരു ഇമേജ് മോശം ആകുന്ന രീതിയിൽ പല കാര്യങ്ങളും സിറ്റുവേഷൻസ് ഇവർ ക്രിയേറ്റ് ആക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുമ്പോൾ നിങ്ങൾ അവരോട് ദേഷ്യപ്പെടും. നിങ്ങളുടെ ആ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ ആൾക്കാരെല്ലാവരും വിചാരിക്കുന്നത് നിങ്ങളാണ് തെറ്റുകാരെന്നായിരിക്കും.
അത് നിങ്ങളുടെ ഹൃദയം അത്രമാത്രം വേദനിപ്പിക്കുക. നിങ്ങൾക്കെതിരെ പ്ലാൻ ചെയ്ത് നിങ്ങളത് അല്ല, ഞാനല്ല തെറ്റ് ചെയ്തത്, ഞാനല്ല, ഞാൻ അങ്ങനത്തെ ആളല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ ആ ഒരു ദേഷ്യം പോലും ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ടോ ദേഷ്യപ്പെടുന്ന കണ്ടോ, ഇത് ഇവള് തന്നെയാണ്, അല്ലെങ്കിൽ ഇവൻ തന്നെയാണ് ചെയ്തത് എന്ന് കാണിക്കുന്ന രീതിയിൽ അതിനെ മാറ്റി നിങ്ങൾക്കെതിരെ ആക്കുക. നിങ്ങളുടെ ഇമോഷൻസിനെ പോലും നിങ്ങൾക്ക് എതിരാക്കുന്ന ഒരു രീതിയിലാണ് ഈ വ്യക്തി പെരുമാറുന്നത്. ഇവിടെ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾ മോശക്കാരാണ് എന്നുള്ള രീതിയിൽ പറയിപ്പിക്കാൻ വേണ്ടി സിറ്റുവേഷൻസ് ഈ വ്യക്തി ക്രിയേറ്റ് ആക്കി. എന്നിട്ട് ഞാൻ അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ദേഷ്യപ്പെട്ടപ്പോൾ മറ്റുള്ളവരെല്ലാം വിശ്വസിച്ചത് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്നാണ്. ആ ഒരു സമയം നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ നേരെ ന്യായം പ്രവർത്തിക്കണമേ എന്ന്. ഇവിടെ 3-3യുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് നേരെ നടക്കുന്ന അന്യായത്തെ നിർത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നിങ്ങൾക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അവരുടെ ആ ഒരു മോശകർമ്മം ക്രിയേറ്റ് ആക്കുകയാണ് എന്ന് മാത്രം വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്കെതിരെ ആരൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി യൂസ് ചെയ്യുക. അതായത് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ബുദ്ധി യൂസ് ചെയ്യുക നിങ്ങൾ. ഇവിടെ നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക, ആരൊക്കെ നിങ്ങൾക്കെതിരെ മോശകർമ്മം ചെയ്താലും മോശം പ്ലാനിങ് ചെയ്താലും അവർ കുഴിച്ച കുഴിയിൽ വീഴുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം എല്ലാവരും നിങ്ങളെ കുറ്റക്കാരായി കാണുന്നു, പക്ഷെ ദൈവത്തിനറിയാം നിങ്ങൾ കുറ്റക്കാരല്ല എന്ന്. എന്നിട്ട് പോലും നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നില്ല, അതാണ് നിങ്ങൾക്ക് വിഷമം. ഇവിടെ എപ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കുന്നതിൽ താമസം നേരിട്ടുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾ വിചാരിക്കുക, ഈ വ്യക്തി അത്ര വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്കെതിരെ പ്ലാനിങ് ചെയ്തത്. പക്ഷേ നിങ്ങൾ വിഷമിക്കാതിരിക്കുക, വെയിറ്റ് ആൻഡ് വാച്ച്, എൻ്റെ ആ ഒരു ന്യായം എങ്ങനെയാണ് ഇവരുടെ മേൽ ഉണ്ടാവുന്നത് നിങ്ങൾ കാണൂ എന്നുള്ള രീതിയിൽ നിങ്ങളെ ദൈവം സമാധാനിപ്പിക്കും. ഇവിടെ എന്തായാലും ഒരു വ്യക്തി അവരുടെ ആ ഒരു കർമ്മം ക്രിയേറ്റ് ആക്കി കഴിഞ്ഞു നിങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ട്. ഇനി അവർക്ക് അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയ പോലും ഇല്ലായിരിക്കാം നിങ്ങൾക്കെതിരായിട്ട് എന്തൊക്കെ പ്ലാനിങ് ആണ് മറ്റുള്ളവർ ചെയ്യുന്നത് എന്ന്. പക്ഷേ നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. നിങ്ങളുടെ ആ ഒരു ഓറയ്ക്ക് ദൈവത്തിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇവിടെ ഈ ഒരു റീഡിങ് നോക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം നിങ്ങൾക്ക് നേരെ ശത്രുക്കൾ പല പ്ലാനിങ്ങും ചെയ്യുന്നുണ്ട് എന്ന്. ഇവിടെ 100% നിങ്ങൾക്കെതിരെ പല പ്ലാനിങ് ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഹൃദയമോ അല്ലെങ്കിൽ നിങ്ങളുടെ അന്തരാത്മാവിനറിയാം നിങ്ങൾക്കെതിരെ ആരൊക്കെയോ പ്ലാനിങ് ചെയ്യുന്നുണ്ട് എന്ന്. ഇവിടെ എന്തോ ഒരു കാര്യം അങ്ങനെ നടക്കുന്നുണ്ട്, അത് തെറ്റായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുകയാണ്, നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാക്കിയല്ലോ എന്നാലോചിച്ച്. ഇവിടെ ഒരു വ്യക്തി നിങ്ങൾക്കുള്ള എന്തോ ഒരു സന്തോഷം അത് നിങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റി, ഇനി നിങ്ങൾ കാര്യമില്ല സഹായിക്കാൻ എന്നുള്ള രീതിയിൽ സന്തോഷിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്, ദൈവം ഇതെല്ലാം കാണുന്നുമുണ്ട്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, നിങ്ങളുടെ ഭാഗ്യത്തിലുള്ളതാണെങ്കിൽ അത് ഒരിക്കലും ഒരിടത്തും പോകില്ല, അവിടെ തന്നെ കാണും. നിങ്ങളുടെ ഭാഗ്യത്തിലില്ലാത്തതാണ് നിങ്ങളെ വിട്ട് പോകുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ഈ ലോകത്ത് ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്ക് തന്നെയാണ് പോവേണ്ടതും. അപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ ദുഃഖിപ്പിക്കുന്നു, നിങ്ങളുടെ എന്തോ ഒരു കാര്യം സ്വന്തമാക്കിയിട്ട് അത് കാണിച്ച് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ആ ഒരു കാര്യം നിങ്ങൾ ഈശ്വരൻ്റെ ചരണത്തിൽ വിട്ടുകൊടുക്കുക. ഈശ്വരൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളും. ഇങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ 2 കാര്യങ്ങൾ ചിന്തിച്ച് സമാധാനിപ്പിക്കാൻ പറ്റും. അതായത് കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും മോശം കർമ്മമായിരിക്കാം ഈ ജന്മത്തിലെ വ്യക്തി നിങ്ങളോടിപ്പോൾ കാണിക്കുന്നത് എന്ന് വിചാരിച്ച് സമാധാനിക്കാം. ഇല്ല എങ്കിൽ എന്തായാലും എൻ്റെ മേൽ ന്യായം ഉറപ്പായിട്ടും സംഭവിക്കും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ എപ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ ന്യായം വരാൻ താമസിക്കുന്നതോ അപ്പോഴെല്ലാം വലിയ ന്യായം തന്നെ നിങ്ങളുടെ കൂടെ സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ ചെറിയ രീതിയിലുള്ള ന്യായം കിട്ടുന്നത് ആർക്കെന്ന് വെച്ചാൽ ഒരു വ്യക്തി അവരുടെ ആ ഒരു സമയം അല്ലെങ്കിൽ സാഹചര്യം വെച്ച് തെറ്റ് ചെയ്തു പോയി അവർക്ക് ആ തെറ്റിൻ്റെ പശ്ചാത്താപം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ചെറിയ രീതിയിലുള്ള ന്യായമേ സംഭവിക്കത്തുള്ളൂ. വലിയ രീതിയിലുള്ള ന്യായം സംഭവിക്കാൻ കുറച്ച് സമയമെടുക്കും. ആ വ്യക്തി മനഃപൂർവ്വമായിട്ട് നിങ്ങൾക്ക് നേരെ മോശം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുറച്ച് സമയമെടുക്കും ന്യായം ലഭിക്കാൻ നിങ്ങൾക്ക്.
ഇവിടെ ഈ ഒരു വ്യക്തി ശകുനിയെ പോലെയാണ്. അതായത് ഇവർക്ക് ഇവരുടെ ലൈഫ് മാത്രം നല്ലതായിട്ടിരിക്കണം, ബാക്കിയുള്ള ലൈഫെല്ലാം മോശമായിട്ടിരിക്കണം. അങ്ങനെ ഒരു ചിന്തയിലുള്ള വ്യക്തിയാണിവർ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവാൻ കുറച്ച് സമയം എടുക്കുന്നതായിട്ടാണ്. അതുകൊണ്ടാണ് ന്യായവും കിട്ടാൻ താമസിക്കുന്നത് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഒരു കുഴപ്പവും കൂടാതെ സന്തോഷമായിട്ടിരിക്കുക. വെയിറ്റ് ആൻഡ് വാച്ച്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു ന്യായം ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് എതിരായിട്ട് എന്ത് കള്ളം പറഞ്ഞാലും ഇവരുടെ ആ ഒരു പദ്ധതികൾ നല്ലതായി വരുന്നുണ്ടെന്ന് സന്തോഷിച്ചാലും ഈശ്വരൻ്റെ ന്യായം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫേവറായിട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾക്കെതിരെ ഇവർ എന്തൊക്കെ കള്ളം പറയുന്നുണ്ടോ അതെല്ലാം ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കട്ടെ. ഇവിടെ 100% ഈ വ്യക്തി നിങ്ങൾക്ക് നേരെ ചതി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സാഡ്നെസ് കൊണ്ടുവരണം നിങ്ങളുടെ ലൈഫിൽ. അതാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളെ കരയിപ്പിക്കണം. അതിന് വേണ്ടിയുള്ള പ്ലാനിങ് ആണ് ഈ വ്യക്തി ചെയ്തത്. ഇത് ഒരു ഡബിൾ എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു എനിമി ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരെ. ഈ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നല്ലത് ചിന്തിക്കുകയില്ല ഇവർ. ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ നന്മ ഒരിക്കലും മനസ്സിലാവത്തില്ല. നിങ്ങൾ എത്ര തന്നെ ഇവരോട് നല്ല ബിഹേവ് ചെയ്താലും ഇവർ നിങ്ങളോട് മോശമായിട്ട് തന്നെയായിരിക്കും പെരുമാറുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു നന്മ ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇവരുടെ കള്ളത്തരം നിങ്ങളുടെ മുന്നിൽ വന്നാൽ പോലും നിങ്ങൾ ഒട്ടും വിശ്വസിക്കത്തില്ല. ഈ വ്യക്തി ഇങ്ങനെയൊക്കെ എനിക്കെതിരെ പ്രവർത്തിച്ചോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തി സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ ഉള്ളിലുള്ളത് തുറന്ന് പറയും. അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് പിറകിൽ നിന്ന് നിങ്ങളുടെ നേരെ വാർ ചെയ്യത്തില്ല. ഒരു വ്യക്തി കള്ളം പറയുന്ന വ്യക്തിയാണെങ്കിൽ അവരെല്ലാ കാര്യവും ഒളിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ ഉള്ളവർക്ക് നിങ്ങൾ ഒരിക്കലും വാല്യൂ കൊടുക്കാൻ പാടില്ല. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തി നിങ്ങൾക്കെതിരെ പ്ലാൻ ചെയ്യുന്നുണ്ട് പലതും എങ്കിൽ നിങ്ങളുടെ ഊർജ്ജം വളരെ പവർഫുള്ളാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യുക. ഇങ്ങനെയുള്ള ആൾക്കാരെ യൂണിവേഴ്സ് നോക്കിക്കോളും. യൂണിവേഴ്സ് എന്തായാലും നിങ്ങൾക്ക് നേരെ വലിയൊരു ന്യായം ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് നേരെ ഒരു കല്ലെറിയാൻ ശ്രമിക്കുന്നു. ആ കല്ല് കറങ്ങി തിരിഞ്ഞ് അവരുടെ തലയിൽ തന്നെ വന്ന് വീഴുന്ന ആ ഒരിത്, അതാണ് ഇവിടെ ഈ വ്യക്തി ചെയ്യുന്നത് നിങ്ങൾക്കെതിരെ. തിരിച്ച് അവരുടെ നേരെ തന്നെ അത് വരുന്നതായിട്ട് അവർക്ക് അറിയുന്നില്ല. ഇവിടെ ഒരു മിറർ എനർജി, അതായത് ഒരു മിറർ നിങ്ങളുടെ രക്ഷാ കവചമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്ത് ചെയ്താലും തിരിച്ച് അവർക്ക് തന്നെ പോയി അത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി എത്രത്തോളം ഊർജ്ജം എടുത്ത് വാർ ചെയ്യുമോ ആ വാർ തിരിച്ച് അവരുടെ നേരെ തന്നെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓറയാണുള്ളത്. ആ ഒരു ഓറ ഇങ്ങനെ ഒരു ഓറ ഉള്ളത് കാരണം ആർക്കും പെട്ടെന്ന് നിങ്ങൾക്ക് നേരെ വാർ ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു ന്യായം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇനി അങ്ങോട്ട് സാധിക്കുന്നതാണ്. അതായത് ഇവരുടെ ആ ഒരു കള്ളത്തരം നിങ്ങളുടെ മുന്നിൽ വരികയും നിങ്ങളുടെ സത്യസന്ധത എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം വിശ്വസിക്കുക. ഒരിക്കലും കള്ളത്തിനെ മറച്ചു വയ്ക്കാൻ സാധിക്കത്തില്ല. അത് പുറത്ത് വരിക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള വ്യക്തികളുടെ പദ്ധതികളിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല. നിങ്ങൾ ഈശ്വരൻ്റെ പദ്ധതിയിൽ മാത്രം വിശ്വസിക്കുക. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോഴും നിങ്ങളുടെ ഉത്തമ സാരഥിയായിട്ട് കൂടെയുണ്ട്. അദ്ദേഹം ഒരിക്കലും നിങ്ങളെ തെറ്റായ വഴിയിൽ കൂടെ കൊണ്ടുപോകത്തില്ല. ഇവിടെ നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങളായിട്ട് ആർക്കും തെറ്റ് ഉണ്ടാക്കരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് നേരെയും ആരും തെറ്റ് ചെയ്തത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കർമ്മം നല്ലതായിട്ട് വയ്ക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങൾക്ക് ബലമായിട്ട് ലഭിക്കുന്നതാണ്, ആ ഒരു കർമ്മത്തിൻ്റെ ബലം. ഇവിടെ ഈ വ്യക്തികൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങളത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത്രയ്ക്ക് വളരെ നീചമായിട്ടുള്ള രീതിയിൽ, മോശമായിട്ടുള്ള രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് പുറത്തിവർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ എത്ര തന്നെ നല്ലൊരു ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് തിരിച്ച് പറയാൻ ഒരു വാക്കുകൾ ഉണ്ടാവത്തില്ല. ആ രീതിയിലാണ് നിങ്ങളെ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് ഈ വ്യക്തി പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പോൾ ആരായാലും ഈ വ്യക്തിയുടെ പദ്ധതി ഇവർക്ക് തന്നെ മോശമായിട്ട് വരുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഓരോ വ്യക്തികളുടെയും കള്ള മുഖംമൂടി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ബിലീവ് വയ്ക്കുക. ഉറപ്പായിട്ടും ന്യായം സംഭവിക്കുക തന്നെ ചെയ്യും.
ഇവിടെ നിങ്ങൾ സത്യസന്ധരായിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ നേരെ ഇവർ കള്ള ആരോപണങ്ങൾ ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. ഇവിടെ ഈ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളിലും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് പോലും ശ്രദ്ധയില്ലാത്ത പല കാര്യങ്ങളിലും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ മാറ്ററോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എല്ലാത്തിലും ഇവരുടെ കണ്ണുണ്ട്. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും മോശ സമയമുണ്ടെങ്കിൽ ആ ഒരു മോശ സമയം നിങ്ങളെ ചെയ്യാൻ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു മാർഗം കിട്ടുമോ എന്നുള്ള രീതിയിലാണ് പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും എല്ലാം നോക്കുന്നത് ഇവർ. ഇവിടെ ഈ വ്യക്തി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ. ഈ വ്യക്തി വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആൾക്കാർ കേൾക്കുമ്പോൾ പോലും അറയ്ക്കുന്ന രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള വാക്കുകളാണ് ഇവർ യൂസ് ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ഇവിടെ വ്യക്തി നിങ്ങളോട് എത്ര തന്നെ സഭ്യമായിട്ട് സംസാരിച്ചാലും അസഭ്യത ഇവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഇവരുടെ ആ ഒരു യഥാർത്ഥ രൂപം പുറത്ത് വരിക തന്നെ ചെയ്യും. ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിലാണ് കണ്ണ്. നിങ്ങൾക്ക് പോലും അത് അറിയത്തില്ല. അതായത് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങളുടെ സന്തോഷം നിറഞ്ഞ ഹാപ്പി ലൈഫാണ് നിങ്ങളുടെയെങ്കിൽ അതിലായിരിക്കും എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ സന്തോഷത്തിൽ കണ്ണുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്ക്. ഇവിടെ എന്ത് സന്തോഷം നിങ്ങൾക്ക് ലഭിച്ചാലും എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ സന്തോഷം ലഭിച്ചു എന്നുള്ള ഈർഷ്യാഭാവമാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവരുടെ കൂടെ ഫണ്ണി വേയിൽ ഇങ്ങനെ തന്നെ സംഭവിക്കുക. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി കുഴി തോണ്ടിയിട്ട് ഇവർ തന്നെ ആ ഒരു കുഴിയിൽ വീഴുന്ന അവസ്ഥ അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി കാരണമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ബാലൻസ് കിട്ടാതായത്. പക്ഷേ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കിട്ടുന്നതാണ്. കാരണം ഇവരുടെ ആ ഒരു പ്ലാനിങ് എല്ലാം വിഫലമായാൽ പിന്നെ ഇവരുടെ കള്ളത്തനം എല്ലാം പുറത്ത് വരുമല്ലോ. എല്ലാവരും ഇവരുടെ ആ ഒരു കള്ളം മനസ്സിലാക്കി നിങ്ങളുടെ സത്യം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള ആക്ഷൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കെതിരെ പല പ്ലാനിങ്ങും വളരെ ഗംഭീരമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ആ ഒരു ന്യായവും വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവർക്കെതിരെയുള്ള ന്യായം ദൈവമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇത് സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ വിഷമം സറണ്ടർ ചെയ്യുക ദൈവത്തിൻ്റെ മുന്നിൽ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നേരെ ന്യായം ദൈവം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.